ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ചേഞ്ചിങ് ഇൻ്റഗ്രൽ ടു ദി പോളാർ കോർഡിനേറ്റ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് ആണ് എന്നും, ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വൈ ആണ് എന്നും, ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡി ആർ ഡി തീറ്റ, അതായത് ഡി വൈ ഇൻറ്റു ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ അതാണ് ഡി എ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോളിയമാണ്. വോളിയത്തിനെ പറ്റിയിട്ടാണ്. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സെഡ് ഇൻറ്റു ഡി എ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്, സെഡ് ഇൻറ്റു ഡി എ. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം വി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സെഡ് ഇൻറ്റു ഡി എ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. അവന് എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ഈസ് അണ്ടർ ദി ഹെമിസ്ഫിയർ z equal to root of 1 minus x square minus y square and the above the region bounded by the graph. Very important ആണ്. above the bounded hemisphere ആണ്. hemisphere എന്ത് ചെയ്യണം, above the region bounded by the graph circle x square plus y square minus y equal to 0. അതായത് x square plus y square എന്ന് പറയുന്ന ഗ്രാഫ് മൈനസ് ഈ കുഞ്ഞാപ്പാണ്. ഇതാണ് ആ സർക്കിൾ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വൈ ഈക്വൽ മൈനസ് വൈ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നോക്കണം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണുള്ളത് 0 to π/2. പിന്നെ പൈയിൽ നിന്നും പിന്നെ വരുമ്പോൾ അത് സെയിം ഇത് തന്നെ സിമ്മട്രിക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒക്കർ ചെയ്യുന്നത്. ഇതാ നോക്കുക, സിമ്മട്രിക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സൈഡും സിമ്മട്രിക് ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നത് പിന്നുള്ളത് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അത് ഈ കുഞ്ഞാപ്പാണ്. ഓക്കെ, ഇതാ ഈ കുഞ്ഞാപ്പാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർ സ്ക്വയർ കാണണം, അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താണെന്ന് കാണണം, അതുപോലെ തീറ്റൻ്റെ വാല്യൂ ഇവിടെ അവൈലബിൾ ആണ്. ഇതാ ഈ സംഭവത്തിൽ നിന്നും ബൗണ്ടഡ് ബൈ ദി റീജിയൻ എന്നുള്ളതിൽ നിന്നും ഏത് ഗ്രാഫിൽ നിന്നാണ് ബൗണ്ടഡ് ചെയ്യുന്നത്, സർക്കിളാണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ, സൊല്യൂഷൻ എഴുതാൻ പോവാണ്. സൊല്യൂഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു 0, which implies x square plus y square equal to y ആണ്. that implies x square plus y square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, r square ആണ്. r square equal to എന്താണ്, y ആണ്. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, r sin തീറ്റ ആണ് അല്ലേ. r square equal to r sin തീറ്റ, which implies r cancel with square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, r equal to സൈൻ തീറ്റ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും, ആർ ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പം എവിടെ മുതലാന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്താൽ 0 to എന്നുള്ളതാണ്. തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ എന്നാണ്. തീറ്റ 0 ആണെങ്കിൽ ഇവിടെ നിന്നും π/2 വരെ ഇവിടെ എത്തും, പിന്നെ π to 2π വരെ ഇവിടെ. അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താണ്, 0 to π/2 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഹിയർ നമുക്ക് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു, 2 കൺസെപ്റ്റ്സുകൾ കിട്ടിക്കഴിഞ്ഞു. ആർ എന്ന് പറയുന്നതിന് മുമ്പ് തീറ്റനെ പറ്റി പറയണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π അല്ല പൈ, 2π അല്ല പൈ. ഓക്കെ, എന്തുകൊണ്ട് വെച്ചാൽ ഇതാ 0 to π/2 വരെ ഇവിടെയാണ് π/2 വരെ ഇവിടെ, പിന്നെ π/2 മുതൽ പൈ വരെ എന്താണ് ഇവിടെ. ഇതാണ് നമ്മളുടെ സെക്ഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം π/0 to π ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 0 ≤ 0 കൊടുക്കാം. പിന്നെ r = sin തീറ്റയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യത്യാസമുണ്ട്. r = sin π അല്ല കൊടുക്കേണ്ടത്, sin തീറ്റ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. വോളിയം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r z എന്താണ്? z ഈക്വൽ ടു z ഇൻറ്റു dA ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r അല്ലേ? r എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് r² ഇൻറ്റു dA. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി അപ്ലൈ ചെയ്യാൻ പോവാണ്. 1 മൈനസ് r² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സത്യത്തിൽ എന്താണ്? 1 മൈനസ് x² മൈനസ് y² ഇൻറ്റു dA ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x². ഇതിനെന്ത് ചെയ്യാൻ? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r അല്ലേ? റൂട്ട് ഓഫ് 1 മൈനസ് x² മൈനസ് മൈനസ് കോമൺ ആണ്. അപ്പോൾ x² പ്ലസ് y² ഇൻറ്റു dA ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് x² പ്ലസ് y² എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ദി റീജിയൻ r റൂട്ട് ഓഫ് 1 മൈനസ് r² ഇൻറ്റു dA എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എന്താണ്? റീജിയൻ തന്നിട്ടുണ്ട്. റീജിയനിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സിമെട്രിക് റീജിയൻ. ഇതാണ് ബൗണ്ടഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ x² പ്ലസ് y² മൈനസ് y ഈക്വൽ ടു 0. അപ്പം ഇതാണ് ബൗണ്ടഡ് റീജിയൻ. ഇത് സിമെട്രിക് ആണ്. അപ്പോൾ 0 to π/2 വരെ ചെയ്താൽ മതി. അത് 2 ടൈംസ് ആണ്. ഇതാ കണ്ടോളൂ, ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇതല്ലേ ഇൻ്റഗ്രൽ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to π അല്ലേ? 0 to π. അടുത്ത r = 0 to എന്താണ്? 0 to sin തീറ്റ. ഇനി എന്താണ്? 1 മൈനസ് r² 3 അല്ല 1/2 അല്ലേ? ഇനി എന്താണ്? r ഉണ്ട്. പിന്നെന്താണ്? dr dθ. ഇതാണ് ആൻസർ. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 0 to π/2 എന്ന് എഴുതാം, കാരണം സിമെട്രിക് ആണ്. ഇൻ്റഗ്രൽ 0 to sin തീറ്റ അല്ലേ? 1 മൈനസ് r² 1/2 r dr dθ. ഇനി നമുക്ക് ഈ r dr dθ ഈ കുഞ്ഞാപ്പാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഹിയർ എന്താണ്? u ഈക്വൽ ടു 1 മൈനസ് r² ഹോൾ റൈസ് ടു 1/2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ du ഈക്വൽ ടു, അല്ലെങ്കിൽ 1/2 വേണ്ട, 1 മൈനസ് r² എടുത്തു u. du ഈക്വൽ ടു എന്താ പറയുക? ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2r dr എന്ത് വന്നു? 2r dr വന്നു. 2r dr. ഇനി ഇവിടെ നോക്കുക, r dr ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെ ഉണ്ട്. നോക്കണേ, ഇനി ഒരു മൈനസിൻ്റെ കുറവ് കൂടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? u കൊടുക്കാൻ പറ്റും 1 മൈനസ് r² സ്ഥാനത്ത് നിന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ du മൈനസ് du ഈക്വൽ ടു മൈനസ് 2r dr എന്നെടുക്കാം. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു നോക്കണം, ഇൻ്റഗ്രൽ 0 to π/2, പിന്നെന്താണ്? ഇൻ്റഗ്രൽ 0 to sin തീറ്റ. ഞാൻ അതിലൊന്നും മാറ്റം വരുത്തില്ല. ഇത് u⁻1/2 മൈനസ് du എന്ന് എഴുതി dθ. ഞാൻ അതിലേക്ക് തന്നെ മാറ്റും. ഇനി 1/uൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? u⁻1/2 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1 അല്ലേ? 1/2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3/2 അല്ലേ? u⁻, ദാറ്റ് ഈസ് ഈക്വൽ ടു u⁻3/2 ദാറ്റ് ഈസ് 2/3 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ 0 to π/2 സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്
നോക്കണേ, u റേസ് ടു 3/2 പറഞ്ഞാൽ 2/3 ഫ്രം 0 to sin തീറ്റ, അങ്ങനെ തന്നെ ഡി തീറ്റ. ഒരു മൈനസ് കൂടി ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇട്ടു മൈനസ്. ഓക്കെ, ഇനി യുവിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞാപ്പൂവിനെ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഈ 2നെ കോമൺ ആണ്, 2 ടേക്ക് ഔട്ട് സൈഡ്, 0 to π/2. ഇനി യുവിൻ്റെ മൈനസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് ആർ സ്ക്വയർ, മൈനസ് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ 3/2. കുഴപ്പമൊന്നുമില്ലല്ലോ. മൈനസ് പുറത്താണ് അല്ലേ. മൈനസ് 1 മൈനസ് ആർ സ്ക്വയർ 3/2 അല്ലേ. ഫ്രം വേർ ടു വേർ 0 to sin തീറ്റ ഡി തീറ്റ. ഇനി കൊടുക്കാം, അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മൈനസ് ആർ സ്ക്വയറിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? അതായത് സൈൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ റേസ് ടു 3/2. കുഴപ്പമൊന്നുമില്ലല്ലോ. സൈൻ സ്ക്വയർ തീറ്റ 3/2. ഇനി മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് പ്ലസ് ആവും, പ്ലസ് അല്ലേ. മൈനസ് മൈനസ് പ്ലസ് 0 ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഡി തീറ്റ. ഈ കുഞ്ഞാപ്പാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്, ഇൻ്റഗ്രൽ 0 to π/2 അല്ലേ. ഈ 1 ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കെന്ത് കിട്ടും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 1 അങ്ങനെ തന്നെ കോസ് സ്ക്വയർ ഇൻറ്റു 3/2, അതായത് 2 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്യാൻസൽ വിത്ത് കോസ് ക്യൂബ് അല്ലേ. അപ്പോൾ കോസ് ക്യൂബ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി അടുത്ത ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2. ക്യൂസ് ക്യൂബിനെ ഞാൻ മാറ്റാൻ പോവാണ്. 1 മൈനസ് കോസ് സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. ഇനി കോസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ ആണ് അല്ലേ. ഞാനിവിടെ പേജ് വേണം അല്ലേ, ഒരു പേജ്. ഓക്കെ, 2 പേജെങ്കിലും മിനിമം വേണം. അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് സൈൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 1 മൈനസ്, അതവിടെ നിൽക്കട്ടെ, 1 മൈനസ് പിന്നെ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കോസ് തീറ്റ ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 1 മൈനസ് കോസ് തീറ്റ അല്ലേ, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്തത് മൈനസ് കോസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്നാണ് കിട്ടുക. ഇതിൽ സൈൻ സ്ക്വയറിൻ്റെ സൈൻ്റെ ഡെറിവേറ്റീവാണ് കോസ് തീറ്റ അല്ലേ. അതായത് യു ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ, പ്രത്യേകം ശ്രദ്ധിക്കണേ, യു ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു എന്താണ്? 2 സൈൻ തീറ്റ, സൈൻ എടുക്കുക അല്ലേ, യു ഈക്വൽ ടു സൈൻ തീറ്റ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് വരും? ഡി യു ഈക്വൽ ടു എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ഡി തീറ്റ അല്ലേ, കോസ് തീറ്റ ഡി തീറ്റ വരും. ഇനി കോസ് തീറ്റ ഡി തീറ്റ, അപ്പോൾ ഡി യു, അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ അത് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 ഇൻറ്റു
ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിനെ നമുക്ക് യു സ്ക്വയർ എന്നാക്കി എടുക്കാം. യു സ്ക്വയർ ഇൻറ്റു ഡി യു ആവും മാറും കേട്ടോ. ഇനി ഇതിൻ്റെ 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഡി തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് തീറ്റ. ഓക്കെ. പിന്നെ അടുത്തത് കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ തീറ്റ അല്ലേ, മൈനസ് സൈൻ തീറ്റ. ഇനി അടുത്തത് ഈ കുഞ്ഞാപ്പാണ് മൈനസ് ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാണ്? സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു സ്ക്വയർ ഡി യു ഫ്രം 0 to π/2. തെറ്റിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇൻ്റഗ്രൽ ഓഫ് യു സ്ക്വയറിൻ്റെ അത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? യു ക്യൂബ് ബൈ 3 അല്ലേ, യു ക്യൂബ് ബൈ 3 ആണ്. യു ക്യൂബ് ബൈ 3 ഫ്രം 0 to π/2. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ക്യൂബ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യു ക്യൂബ്. യു എന്താണുള്ളത്? 2 തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് യു ക്യൂബ്. യു എന്താണ്? സൈൻ തീറ്റ. സൈൻ തീറ്റ സൈൻ ക്യൂബ് തീറ്റ ബൈ 3 ഫ്രം 0 to π/2. ഇനി അപ്ലൈ ചെയ്യാം. π/2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു π/2 അപ്ലൈ ചെയ്താൽ π/2 മൈനസ് π/2 മൈനസ് 1 അല്ലേ, മൈനസ് 1. ഇനി എന്താ അടുത്ത് കിട്ടുക? മൈനസ് 1 സൈൻ തീറ്റ സൈൻ π/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 1/3 അല്ലേ, മൈനസ്. ഇനി അടുത്ത കുഞ്ഞാണ് 2 ഇൻറ്റു 2 കോമൺ ആയിട്ട് നമുക്ക് അവസാനം എന്ത് ചെയ്യാം? കൊടുക്കാം അല്ലേ. അപ്പം അടുത്തത് 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 0 0 ഇത് മൊത്തം 0 ആണ് ഇതിൽ അല്ലേ, മൊത്തം 0 അല്ലേ വരുന്നത്? 0 0 0 0 മൊത്തം 0 തന്നെയാണ് വരിക. അപ്പം പിന്നെ ഈ കുഞ്ഞാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 ജസ്റ്റ് മിനിറ്റ്, ഇവിടെ ഞാൻ എന്തോ മറന്നു പോയിട്ടുണ്ടോ നോക്കട്ടെ. 2 കോസ് ഒരു 2 ഇവിടെ ഉണ്ട് അല്ലേ. 2/3 പുറത്തെടുക്കാണ്ട് കേട്ടോ. ഐ എം വെരി സോറി. 2/3 പുറത്തെടുക്കാണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഒരു ഫാൾട്ട് പറ്റിയും പറയാം. 2/3 ഇവിടെയൊക്കെ 2/3 ഉണ്ടാവും. കാരണം എന്തുകൊണ്ട്? ഇവിടെ ഞാൻ 2/3 ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? പുറത്ത് 2നെ മാത്രം എടുത്തു, 3നെ എടുത്തില്ല. അതാണ് കേട്ടോ. ഐ എം വെരി സോറി. 2/3 2/3 2/3 2/3 ഉണ്ടാവും. 2/3 ഉണ്ടാവും. ഓക്കെ, 2/3. അപ്പം ഇവിടെ 2/3. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 2/3 π/2. ഓക്കെ, π/2. ഇനി എന്ത് ചെയ്യണം? -1 മൈനസ് 1/3 ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് ഇങ്ങനെ എടുത്താൽ മതി. 1 + 1/3 അല്ലേ. 1 + 1/3 ആകുമ്പോൾ 4/3 മൈനസ് 4/3 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു π/2 മൈനസ് 4/3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? എന്താ വരിക? അതായത് 2 ഇൻറ്റു π/2 ക്യാൻസൽ, 2നെ കൊണ്ട് π/3 അല്ലേ, π/3 മൈനസ് 2 ഇൻറ്റു 4 8/3 ഇൻറ്റു 3 9 അല്ലേ. Okay, this is our answer.
ഓക്കെ, ഇതാണ് രീതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഹോംവർക്കാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പ്രോബ്ലം ഫൈൻഡ് ദി വോളിയം ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പെറ്റലാണ്. r = 5 cos θ, z = 0, z = 4. അപ്പോൾ r = 0 തന്നിട്ടുണ്ട്. തീറ്റൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടെത്താൻ പറ്റും അല്ലേ? അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ x² + y² = 4. അപ്പോൾ rx² = 4. അപ്പോൾ r = 0 to ഇത് കിട്ടും. z തന്നിട്ടുണ്ട്, ബൗണ്ടഡ് ബൈ ദി റീജിയൻ ഉള്ളത് z തന്നിട്ടുണ്ട്. ഇതാണ് z-ൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. പിന്നെ എന്തും കൂടി തന്നിട്ടുണ്ട്, z = 0 തന്നിട്ടുണ്ട്. അതിന് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ x² + y² = 1 ആൻഡ് x² + y² = 3. അതിൽ നിന്ന് നമുക്ക് r = 1, r = 3, അതായത് എന്താണ് 1 <= r <= 3 എന്ന് കിട്ടും. ഓക്കെ, ആറിൻ്റെ വാല്യൂ. പിന്നെ തീറ്റൻ്റെ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.